കിച്ചു രേണുസുതി ഇറക്കിയ ഒരു വീഡിയോ ഫാദർ അത് കണ്ടിട്ടുണ്ടായിരുന്നു. രാഹുൽ ദാസ് ഞാൻ കിച്ചു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. വീഡിയോ ഇടാൻ രാഹുൽ ദാസ് കിച്ചു എന്ന് വിളിക്കാൻ പോലും ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. പറ്റാത്തത് പല കാര്യങ്ങളും അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞു. അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിട്ട് ഒന്നുമില്ല ഫാദർ. കാരണം കിച്ചു ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കിച്ചുവിന് അങ്ങനെ ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല, ഒന്നുമില്ല. പിന്നെ കിച്ചുവിന് കുറച്ച് ബുദ്ധിമുട്ടാവും, വെറുതെയാണ് ഫാദർ. ഈ ഫാദറിന് എന്താ പറ്റിയത്? ഒരു ബിഷപ്പായിട്ട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? രേണുവിൻ്റെ കാര്യത്തെ പറ്റി എന്തെല്ലാം പറഞ്ഞതാണ് രേണു പറഞ്ഞതാണ്. രേണുവിൻ്റെ കൂട്ടുകാരിയും കൂടെ പറഞ്ഞതാണ് ഫാദർ അല്ല, ഇതൊരു ബിഷപ്പാമ്പാണെന്ന് വരെ പറഞ്ഞതാണ്. പിന്നെ ഫാദറിന് മറ്റൊരു കുടുംബമുണ്ട്, മറ്റ് ബന്ധങ്ങളുണ്ട്. എന്തൊക്കെയാ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ ഫാദറിനെ കുറിച്ച് മോശമായിട്ടൊക്കെ ഈ രേണുവിൻ്റെ കൂട്ടുകാരികളൊക്കെ തമ്മിൽ പറഞ്ഞത്. ഇപ്പൊ രേണുവിൻ്റെ ഒരു അസുഖമായപ്പോൾ ഈ ഫാദർ നേരെ തിരിഞ്ഞു. ഓക്കെ, രേണുവിന് അസുഖമാണെന്ന് അറിഞ്ഞു, ഫാദർ പ്രാർത്ഥിക്കൂ, ഫാദർ രേണുവിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കൂ. പക്ഷെ എന്തിനാണ് ഈ രേണു പറയുന്നതും കേട്ടുകൊണ്ട് ഈ കിച്ചുവിന് നേരെ തിരിയുന്നത്? കിച്ചുവിനെ എന്തിനാണ് ഇങ്ങനെ ഒരു മോശക്കാരനാക്കി ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? ഈ ഫാദർ പറയുന്ന കാര്യങ്ങളോട് യോജിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ പറയണേ. ഞാൻ എന്തായാലും യോജിക്കുന്നില്ല. ഞാൻ ഈ ഒരു കാര്യത്തിൽ ഞാൻ കിച്ചുവിന്റെ ഭാഗത്താണ് 100%. ഞാൻ ഫാദറിന്റെ ഭാഗത്തുമല്ല, രേണുവിന്റെ ഭാഗത്തുമല്ല. ഫാദർ പറയുന്ന ഒരു കാര്യത്തോടും ഞാൻ യോജിക്കുന്നില്ല. നമുക്ക് ഫാദർ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കേൾക്കാം. ഞങ്ങളൊക്കെ രാഹുൽ ദാസിന്റെ വിവരങ്ങളെല്ലാം ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന. ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാണ്. എന്നോട് നിരവധി പോലീസുകാർ എന്നെ വിളിച്ച പല കാര്യങ്ങളും എനിക്ക് രാഹുൽ ദാസ് കൂടുതലൊന്നും നല്ലതാകാൻ ശ്രമിക്കേണ്ട, ആരും നല്ലതാണെന്ന് ശ്രദ്ധിക്കേണ്ട. ഇത് നിങ്ങൾ കൊടുക്കണം, മാറ്റമൊന്നും ചെയ്യേണ്ട. രാഹുൽ ദാസിന്റെ ഒരു വെടിക്കുള്ളതൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് എന്റെ ലിസ്റ്റ് ഉണ്ട്, പോലീസുകാരുടെ എന്നുള്ള വിവരങ്ങളൊക്കെ എന്റെ ഉണ്ട്. ആ വിവരം കൃത്യമായിട്ടും കൊടുത്തേച്ചാൽ രാഹുൽ ദാസ് പഠിച്ച് നല്ലൊരു ജോലിക്കാരനായി മിടുക്കനായി ജീവിക്കുക. പ്രായത്തിന്റെ അല്ല, അഹങ്കാരം അങ്ങനെ തന്നെ കൊടുത്തോളൂ. ഈ വീട്ടിൽ വന്ന അഹങ്കാരം കാണിക്കാൻ നോക്കത്തില്ല. അത് രേണുസുതിയെ കൂടുതൽ അങ്ങ് കുടുംബത്തെ ചവിട്ടി താക്കാൻ ശ്രമിക്കുവാണെങ്കിൽ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്. ഇവിടെ വീടുണ്ട്, ഇവിടെ റൂമുണ്ട്, വേണമെങ്കിൽ ഇവിടെ ഒന്ന് ജീവിക്കാം. അവർ ക്ഷീണിതാവസ്ഥ ഇരുന്നൊക്കെ പറയും ദൈവം നിന്നെ ശിക്ഷിച്ചത്. അവർ സംസാരിച്ചാൽ എടുത്ത വായിലെ പറയും നിനക്ക് അടങ്ങാറായില്ലോ. ഇതെന്താണ്? അപ്പം സമൂഹത്തിന് വേണ്ടി ഉള്ള ഒരാളാണോ അവരും ഈ ലോകത്തിൽ നമ്മളെപ്പോലെ ജീവിക്കേണ്ട ഒരാളാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കും. അവരൊരു മനുഷ്യ സ്ത്രീയാണ്. നമ്മളെപ്പോലെ അഭിപ്രായം പറയുവാനും നമ്മളെപ്പോലെ ജീവിക്കുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും രേണുസുതിക്കും ഈ ലോകത്തിൽ ദൈവം കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇനിയുള്ള കാലം രേണുസുതിയുടെ അവർ കുടുംബത്തിന്റെ മുഴുവനായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പ്രാർത്ഥനാ സഹായമായിട്ട് ഞാൻ മുൻപോട്ട് പോകും. അവരെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഒരിക്കലും അവരെ കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതാണ് ഇപ്പൊ ബിഷപ്പ് പറയുന്നത്. എന്താണ്? രേണുസുതി ക്ഷീണതയായാൽ അവർക്കത് വരണം, രേണുസുതി നല്ലതായാൽ അവർ അഹങ്കാരിയാണ്. പിന്നെ രേണുവിന് എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്ത് സഹായവും ചെയ്യും. രേണുവിനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവരോടെല്ലാം ബിഷപ്പ് ചോദിക്കുമെന്നാണ് പറയുന്നത്. ഈ രേണുവിന് സുഖമില്ലാന്നും രേണു അഹങ്കാരം കാണിക്കാനും രേണുവിൻ്റെ ആവശ്യതയുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അപ്പോഴപ്പോഴേ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് കൊണ്ടല്ലേ ഞങ്ങളെ കണക്കുള്ള ആൾക്കാരായാലും ആരായാലും പറയുന്നത്. രേണുവിൻ്റെ കാര്യങ്ങൾ, കുടുംബത്തിൽ നിൽക്കേണ്ട കാര്യങ്ങൾ രേണുവിൻ്റെ കുടുംബത്തിൽ തന്നെ നിൽക്കും. ഈ ഫാദറിനെ കുറിച്ച് വരെ ഈ രേണു എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇപ്പോൾ പറയുന്നു ഫാദർ രേണുവിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും, കുടുംബത്തിൻ്റെ കൂടെ നിൽക്കും, കുടുംബത്തിന് സഹായം ചെയ്തു കൊടുക്കും. വളരെ നല്ല കാര്യങ്ങളാണ്, ചെയ്തു കൊടുക്കണം. ഫാദറിനെ പറഞ്ഞിട്ടുള്ളതൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ എന്തിനാണ് ഈ കിച്ചുവിനെതിരെ നേരെ തിരിയുന്നത്? ഫാദർ രേണുവിന് എന്ത് സഹായം വേണോലും ചെയ്തു കൊടുത്തോളൂ. പിന്നെ രേണു പറയുന്നതെല്ലാം കേട്ടിട്ട് ഫാദർ പറയുന്നത് കണക്ക് ഞങ്ങൾ എല്ലാവരും രേണുവിനെ കുറിച്ച് സംസാരിക്കണം, രേണു ചെയ്യുന്നതും പറയുന്നതും ഒക്കെ വളരെ നല്ല കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നത് അത് ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഫാദർ ചെയ്തോളൂ, ഫാദർ സഹായം ചെയ്തോളൂ, ഫാദർ രേണുവിന് വേണ്ടി നിൽക്കൂ. പക്ഷെ ഞങ്ങൾ ആരും നിൽക്കില്ല. നിൽക്കുന്നവരുണ്ടാവും, ഞാൻ നിൽക്കില്ല. ഈ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് ഈ കുഞ്ഞുകുട്ടിയുടെ കാര്യമാണ്. വളർന്നു വരുമ്പോൾ തന്നെ അച്ഛൻ മരിച്ചു, ഇപ്പൊ അമ്മയ്ക്ക് വയ്യാതിരിക്കുന്ന കുട്ടിയുടെ വളർച്ച ചെയ്ത് വഴിക്കാവും, അല്ലെങ്കിൽ കുട്ടി എങ്ങനെ വളരും എന്നുള്ള ചർച്ചകളാണ്. വളരെ സന്തോഷത്തോടെ ആ കുഞ്ഞിനെ അവർ വളർത്തും. രേണുസുതിയുടെ പിതാവും മാതാവും ജ്യേഷ്ഠനും അവർ സ്വന്തം ഈ രേണുസുതിയുടെ സഹോദരി അവർ സ്വന്തം അവരുടെ മക്കളെ വളർത്തുന്ന തുല്യമായിട്ട് ഒരു ഡ്രസ്സ് എടുത്താൽ ആ 3 പിള്ളേർക്ക് ഒരുപോലെ അവരെടുത്ത് ഇപ്പൊ വളർത്തിക്കൊണ്ട്. നമുക്ക് ഇപ്പോഴത്തെ കാര്യമേ എനിക്കറിയാം. നാളെ എന്ത് സംഭവിക്കുമെന്ന് മോള് ചോദിച്ചാൽ എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. പക്ഷേ ഈ നിമിഷങ്ങൾ വരെ അവർ ചേർത്ത് നിർത്തി തന്നെയാണ് ആ കുടുംബത്തിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞിനോട് ദൈവം മനസ്സലിയണം. കാരണം അവന് ഒരു അമ്മയെ ആവശ്യമാണ്. അവന്റെ പിതാവ് മരണപ്പെട്ടു പോയതാണ്. എന്റെ ഒരു അപേക്ഷയായിട്ട് തന്നെ കരുതിക്കോട്ടെ. നമ്മളെ കൊണ്ട് റിതപ്പന്റെ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ ഫാദർ, ഈ സുധി ജീവിച്ചിരുന്ന സമയത്ത് സുധി ഉണ്ടാക്കിയ പൈസ മുഴുവൻ ഈ ചേച്ചിക്കും ബാക്കിയുള്ളവർക്കും വേണ്ടിയിട്ടാണ് ചെലവാക്കിയത്. സുധിയാണ് ഈ രേണുവിന്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡിനെയും ചേച്ചിയുടെ മക്കളെയും ഒക്കെ നോക്കിയിരുന്നത്. പിന്നെ സുധിയുടെ കാലം കഴിഞ്ഞപ്പോൾ രേണു കഷ്ടപ്പെട്ട പൈസ കൊണ്ടാണ് ഇവര് ചേച്ചിയും മറ്റേ അച്ഛനും അമ്മയും ചേച്ചിയുടെ മക്കളും എല്ലാവരും ജീവിക്കുന്നത് എന്നൊക്കെ രേണു തന്നെ പറയുന്നുണ്ട്. പിന്നെ സുധിയുടെ പൈസ കൊണ്ടാണ് ഇവരെല്ലാം ജീവിച്ചതെന്ന് കിച്ചുവിന്റെ വീഡിയോയിൽ ഒന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കിപ്പോൾ ഒരു പ്രോബ്ലം വന്നപ്പോൾ അവർ വേണ്ടേ ഇവരെ നോക്കാൻ?
നോക്കാൻ. അതായത് ഇപ്പൊ രേണുവിന് പൈസ സമ്പാദിക്കാൻ പറ്റുന്നില്ല. അപ്പം രേണുവിന്റെ ചേച്ചിയായ രമ്യ വേണ്ടേ ഇവരെ നോക്കാനായിട്ട്? ഒരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ 3 പേർക്ക് ഒരേ കണക്കുള്ള ഡ്രസ്സ് എടുക്കും. സുധി ജീവിച്ചിരുന്ന സമയത്തും രേണു പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്തും അങ്ങനെ തന്നെ അല്ലായിരുന്നോ? അവരുടെ പൈസ കൊടുത്തും ഇവർക്ക് 3 പേർക്ക് ഒരേ കണക്കുള്ള ഡ്രസ്സ് എടുക്കുമായിരുന്നു എല്ലാവരും. അന്ന് തന്നെ രേണു തന്നെ ഒരു വീഡിയോയിൽ വന്ന് പറഞ്ഞത് ആയിട്ട് ഞാൻ ഓർക്കുന്നു. അതായത് എൻ്റെ മോന് ഒരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ള എൻ്റെ ചേച്ചിയുടെ മക്കൾക്കും സെയിം അതേ കണക്കുള്ള ഡ്രസ്സ് തന്നെ എടുക്കും. അങ്ങനെ എടുത്തോണ്ടിരുന്നപ്പോൾ ഇപ്പൊ അവരത് ചെയ്യുന്നു. ഫാദർ തന്നെ പറയുന്നുണ്ട് ഇപ്പൊ ചെയ്യുന്ന ആളെ ഇനി എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല. ഇപ്പൊ അവർക്ക് രേണുവിന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവര് രേണുവിന്റെ ചേച്ചിയും മക്കളും എല്ലാവരും ഋതപ്പനെ നല്ലതുപോലെ നോക്കുന്നുണ്ട്. നാളെ രേണുവിന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ ഋതപ്പനെ നോക്കുന്നുള്ളതിന് എന്താണ് ഒരു ഉറപ്പ്? അവർക്കൊരു വസ്തു വീട് ഉണ്ടെന്നും പറഞ്ഞ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. അപ്പൊ അവർക്ക് സന്തോഷമായ ഒരു ജോലി എന്ന് പറയുന്നത് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് കടന്നു പോകുക എന്നുള്ളതാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിക്കുന്ന എത്രയോ സഹോദരിമാര്, പുരുഷന്മാര് അവരവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നു. നമുക്ക് അവരെ വിമർശിക്കാൻ നമുക്ക് അതിന്റെ ആവശ്യമില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവരവരുടെ ജോലി ചെയ്ത് ജീവിച്ചു. ഇപ്പോൾ അവർക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായി. എന്റെ പ്രാർത്ഥന അവർ എത്രയും പെട്ടെന്ന് സൗഖ്യമുള്ളവളായിട്ട് മാറി അവരെ സന്തോഷത്തോടെ അവരുടെ മോനെ വളർത്തി. ഒരു കൊച്ചു മോനുണ്ട് അവർക്ക്, ഒരു 6.5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുഞ്ഞിനെ വളർത്തി അവർ സന്തോഷമായി ജീവിക്കട്ടെ എന്നുള്ളതാണ് എന്റെയും എന്റെ പ്രാർത്ഥനാ കൂട്ടായ്മകളിലുള്ളവരുടെയും സഭയിലുള്ള വിശ്വാസികളുടെയും ജനങ്ങളുടെയും എന്റെ സ്നേഹിതരുടെയും എന്റെ ബന്ധുമിത്രാദികളുടെ എല്ലാം പ്രാർത്ഥന എന്ന് പറയുന്നത് അവരെത്രയും വേഗം സുഖം പ്രാപിച്ച് ആരോഗ്യത്തോടെ അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നുള്ളതാണ് എന്റെ ആഗ്രഹം, എന്റെ പ്രാർത്ഥന അത് തന്നെയാണ്. അവർക്ക് വീടും വസ്തുവും ഉണ്ടത് കണക്ക് ജീവിക്കാൻ പറ്റില്ല. ആർക്കും വീട് മാത്രം ഉണ്ടെന്ന് വിചാരിച്ച് ജീവിക്കാൻ പറ്റില്ല ഫാദർ. എല്ലാവരും കഷ്ടപ്പെട്ടും ജോലി ചെയ്തും ഒക്കെയാണ് ജീവിക്കുന്നത്. പിന്നെ ഒരു ഫാദറാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇന്ത്യ മഹാരാജ്യത്തുള്ള എത്രയോ സ്ത്രീകൾ ജോലി ചെയ്ത് അവരവരുടെ കുടുംബം നോക്കുന്നു, അവർ ജീവിക്കുന്നു എന്ന് പറയുന്നത്. ഇന്ത്യ മഹാരാജ്യത്തുള്ള എത്ര സ്ത്രീകളാണ് ഇതണക്ക് സബ്സ്ക്രിപ്ഷൻ തുടങ്ങി ചുണ്ടിക്കടിക്കില്ലേടാ, കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഇവിടെ കാണുന്നുണ്ടോ ഇവിടെ കാണുന്നുണ്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള സ്ത്രീകൾ ജീവിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്തിലുള്ള സ്ത്രീകൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നു. ഫാദർ പറഞ്ഞ ശരിയാണ്. പക്ഷെ മാന്യമായിട്ടുള്ള ജോലി ചെയ്താണ് ജീവിക്കുന്നത്. ഇതേ കണക്ക് കടിക്കില്ലേടാ മോനെ കുട്ടാ ഇങ്ങനെയൊന്നും പറഞ്ഞൊന്നും ഇന്ത്യ മഹാരാജ്യത്തിലുള്ള സ്ത്രീകൾ ജീവിക്കുന്നില്ല. അപ്പൊ ഫാദർ പറയുന്നത് എന്താണ്? രേണു ചെയ്ത് പൈസ ഉണ്ടാക്കിയതും രേണുവിന് ജീവിക്കാൻ വേണ്ടി രേണു കണ്ടെത്തിയ മാർഗം വളരെ നല്ല കാര്യമാണെന്നാണോ ഒരു ഫാദറാണ് പറയുന്നതെന്ന് ഓർക്കണം. അവര് ജീവിക്കട്ടെ, അവർക്ക് ജീവിച്ചല്ലേ പറ്റൂ. അവര് ജോലി ചെയ്ത് ജീവിച്ചു, അതിനെന്താണ് തെറ്റ്? അതിനെന്താണ് കുഴപ്പം? ഇങ്ങനെയുള്ള ജോലി ചെയ്തിട്ടാണോ ജീവിക്കുന്നത്? അതല്ലേ ആ പയ്യനും പറഞ്ഞത്. കിച്ചു പറഞ്ഞത് എന്താ? ഈ രീതിയിലുള്ള വീഡിയോകൾ ഇതിനായിട്ട് രേണു കിച്ചുവിനെ ഇട്ട് കൊടുക്കുന്നത്. അത് പല പല രീതിയിലൂടെ രേണു സ്വന്തമായിട്ട് തന്നെ കിച്ചുവിനെ കുറിച്ചുള്ള നെഗറ്റിവിറ്റി പ്രചരണം നടത്തി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കൂട്ടുകാരെ കൊണ്ട് പ്രചരണം നടത്തി. ഇപ്പോൾ അതേ ഫാദറിനെ കൊണ്ടുവരെ നെഗറ്റീവ് പറയിപ്പിച്ച് ആ കൊച്ചിനെ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിലാക്കുവാണ്. ശരിയാണോ ഫാദർ? അപ്പൊ നിങ്ങൾ സഹായിക്കൂ, നിങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരെ കൊണ്ട് നിങ്ങൾ സഹായിപ്പിക്കൂ. പക്ഷേ ഞങ്ങളെ കൊണ്ടൊന്നും പറയാം, ഞങ്ങളൊന്നും രേണുവിന്റെ നാട്ടുകാരല്ല. ഞങ്ങളൊന്നും ഫാദർ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാനും പോകുന്നില്ല. ഞങ്ങൾക്കൊക്കെ ശരിയെന്ന് തോന്നുന്നത് ഞങ്ങൾ ചെയ്യത്തുള്ളൂ. രേണുക്കെ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രേണു ഈ ഒരു അവസ്ഥയിലും രേണുവിന്റെ അസുഖത്തെക്കുറിച്ചും രേണുവിന്റെ ശരീരത്തെക്കുറിച്ചും നോക്കാതെ ഈ രീതിയിൽ ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തരെ പറഞ്ഞ് പിടിപ്പിച്ച് ഇങ്ങനെയുള്ള വീഡിയോകൾ ഇടുന്നത് തെറ്റ് തന്നെയാണ്. എനിക്കിപ്പോൾ തോന്നുന്നത് ഈ ഫാദർ ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള കാരണം രേണുവിന് സുഖമില്ല എന്നറിഞ്ഞിട്ട് രേണുവിനെ കാണാനായിട്ട് ഫാദർ വന്നതല്ല. സുധിയുടെ ചരമവാർഷികത്തിന് പ്രാർത്ഥന ചെയ്യാനായിട്ട് രേണുവിന്റെ ചേച്ചിയും രേണുവിന്റെ ഫാദറും കൂടെ കൂടിയിട്ട്, അതായത് അച്ഛനും കൂടെ കൂടിയിട്ട് ഈ ഫാദറെ പോയി കണ്ട് സംസാരിച്ച് പ്രാർത്ഥനയ്ക്ക് വരണമെന്ന് പറഞ്ഞ് ക്ഷണിച്ചു. അപ്പോൾ ഫാദർ വന്ന് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം രേണുവിന് ഇങ്ങനെ ഒരു അസുഖമാണെന്ന് അറിഞ്ഞിട്ട് അതിനും വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഫാദറിനെ വിളിച്ചു. ഫാദർ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ രേണു കുറേ കാര്യങ്ങൾ ഫാദറോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതായത് കിച്ചു പറഞ്ഞ കാര്യങ്ങൾ മാത്രം. പക്ഷെ രേണു പറഞ്ഞ കാര്യങ്ങളൊന്നും രേണു പറഞ്ഞിട്ടുണ്ടാവില്ല. ഫാദർ തന്നെ പറയുന്നുണ്ട്, ഫാദർ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും കാണാറില്ല, സോഷ്യൽ മീഡിയ കാണാറില്ല, ആരെങ്കിലും ഒക്കെ പറഞ്ഞാണ് അറിയുന്നതെന്നുള്ളത്. അപ്പൊ രേണു ഒരിക്കലും രേണുവിന്റെ കുറ്റം പറയില്ലല്ലോ. രേണു എന്താണ് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ പറയില്ലല്ലോ. രേണു ആണ് കിച്ചുവിനെ കുത്തി ഇളക്കിയത്. അതായത് രേണു ഒരു വീഡിയോ ഇട്ടതിന്റെ മറുപടിയായിട്ടാണ് കിച്ചു ഒരു വീഡിയോ ഇട്ടത്. ഇതൊന്നും ഫാദറിനോട് രേണു പറഞ്ഞിട്ടുണ്ടാവില്ല. രേണു പറഞ്ഞിട്ടുണ്ടാവും കിച്ചു ഇങ്ങനെയുള്ള വീഡിയോകൾ ഇടുന്നു, കിച്ചു രേണുവിനെ കാണാൻ വന്നില്ല, ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ കാണാൻ വന്നില്ല, കിച്ചു പൈസയൊന്നും കൊടുത്ത് സഹായിച്ചിട്ടില്ല, രേണുവിന്റെ ഒരുപാട് കൂട്ടുകാർ കാണാൻ വന്നു എന്നിട്ടും കിച്ചു കാണാൻ വന്നിട്ടില്ല, അവൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഫോട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു. അതേ കണക്ക് ഞാൻ കഷ്ടപ്പെട്ട പൈസ കിച്ചുവിനും കൊടുത്തിട്ടുണ്ട്. അതായത് ഈ സബ്സ്ക്രിപ്ഷനൊക്കെ ചെയ്ത് കിട്ടിയ പൈസയിൽ നിന്നും ഒരു പങ്ക് ഞാൻ കിച്ചുവിനും കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും കിച്ചു ഈ രീതിയിലാണ് സംസാരിക്കുന്നത്, അമ്മയെ അയാളുടെ എഗനിസ്റ്റാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഫാദറിനോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഫാദർ അതൊക്കെ എല്ലാം അറിഞ്ഞിട്ടുള്ളൂ. അതേ കണക്ക് തന്നെ കിച്ചുവിൻ്റെ മറ്റൊരു സൈഡുണ്ട്. കിച്ചുവിന് പോലീസ് കേസ് ഉണ്ടായിരുന്നു, കൊലപാതകങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. ഭയങ്കര കാറ്റ്, അതായത് ഭയങ്കര മഴയും കാറ്റുമാണ്. സൗണ്ടൊക്കെ കേൾക്കുന്നില്ലേ? അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഞാനിപ്പോൾ ബാൽക്കണിയിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഭയങ്കര കാറ്റും മഴയാണ്, എല്ലായിടും വെള്ളം കയറി കിടക്കുക ഞങ്ങളുടെ ഇവിടെ. അപ്പം അതുകൊണ്ടാണ് ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത്. രേണു
കിച്ചു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ഫാദറിനോട് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഫാദർ തന്നെ പറയുന്നുണ്ട് കിച്ചുവിൻ്റെ പല കാര്യങ്ങളും രേണു സുധിക്ക് പറയാൻ പറ്റുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചുവിന് അത് ഒരു ബുദ്ധിമുട്ടാവും, അതാവും ഇതാവും എന്നൊക്കെ. എൻ്റെ പൊന്നു ഫാദറെ, ഇതെല്ലാം നമ്മളെ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ രേണു പറയുന്നുണ്ട്, ഇപ്പോൾ ഫാദർ പറയുന്നുണ്ട്, കിച്ചുവിൻ്റെ കുറച്ച് സത്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരോടും തുറന്ന് പറഞ്ഞാൽ കിച്ചുവിന് ബുദ്ധിമുട്ടാവുമെന്ന് പറയുന്നുണ്ട്. ഈ തെറ്റ്, അതായത് ഈ രേണു ഇങ്ങനെ ഘോരം വാദിക്കുന്നുണ്ടല്ലോ, കിച്ചു എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്, കിച്ചുവിന്റെ രഹസ്യം അറിയാം എന്നൊക്കെ പറയും. ഈ കാര്യം ചെയ്തത് സുധി ജീവിച്ചിരുന്നപ്പോഴല്ലേ? സുധിയും രേണുവും അല്ലേ അന്ന് കിച്ചുവിനെ നോക്കിക്കൊണ്ടിരുന്നത് എന്നാണ് രേണു പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മക്കള് ഒരു തെറ്റ് ചെയ്യാൻ നമ്മൾ അനുവദിക്കില്ല. ഓക്കെ, ഇന്നത്തെ കാലത്ത് മക്കള് തെറ്റ് ചെയ്യുന്നുണ്ട്, അച്ഛനും അമ്മയും പറഞ്ഞാൽ കേൾക്കാതെ. എന്തുകൊണ്ട് സുധിയും ഈ രേണുവും കിച്ചുവിനെ പറഞ്ഞു തിരുത്തിയില്ല? ഒരു പോലീസ് കേസ് വരെ ആവാനായിട്ടുള്ള അത്രയും വലിയൊരു മോശം അവസ്ഥയിലേക്ക് ഈ കിച്ചു എങ്ങനെ പോയി? സുധി ജീവിച്ചിരുന്നപ്പോൾ അല്ലേ ഈ പോലീസ് കേസ് ആയതും ഈ കിച്ചു ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോയത്? അത് എങ്ങനെ പോയി? അത് എന്തുകൊണ്ട് രേണു സുധിയും തടഞ്ഞില്ല? അങ്ങനെ ഒരു അവസ്ഥ എന്തുകൊണ്ട് കിച്ചുവിന് വന്നു? ഉത്തരവാദികളിൽ ഇപ്പൊ കിച്ചു തെറ്റ് ചെയ്തു എന്നുണ്ടെങ്കിലും അതിന്റെ പകുതി ഉത്തരവാദികൾ കിച്ചുവിന്റെ അച്ഛനും അമ്മയല്ലേ? അതായത് ഈ പറയുന്ന രേണുവും സുധിയും അല്ലേ? അപ്പോൾ ഈ കിച്ചു തെറ്റ് ചെയ്തു, കിച്ചുവിന്റെ രഹസ്യം അറിയാമെന്ന് പറഞ്ഞ് കിച്ചുവിനെ ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പൊ അതേ ഫാദർ വന്ന് ഭീഷണിപ്പെടുത്തുന്നു. അതായത് അവിടേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് രേണുവിന്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ മര്യാദയ്ക്ക് ജീവിച്ചോണം, അവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഈ രേണു പറഞ്ഞിട്ടുണ്ടാവും കിച്ചു ഇവിടെ വന്നിട്ട് പ്രശ്നങ്ങൾ ചീത്ത പറഞ്ഞു, വഴക്കുണ്ടാക്കി എന്നൊക്കെ ഉള്ള കുറെ തെറ്റായ കാര്യങ്ങൾ ഫാദറിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതായിരിക്കും ഫാദർ ഇങ്ങനെ വന്നിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തത്. അല്ലാതെ ഫാദറിന് അറിവോ കിച്ചു വന്ന് ചീത്ത പറയുന്നോ വഴക്കുണ്ടാക്കുന്നോ ഒന്നും ഫാദർ കേട്ടിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല, ഇവിടെ വന്ന് മാന്യമായിട്ട് ജീവിക്കണം, രേണുവിനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഫാദർ എങ്ങനെയാണ് പറയുന്നത്? അതിന് കിച്ചു അവിടെ പോയതായിട്ടോ അല്ലെങ്കിൽ അവിടെ ചെന്നൊരു വഴക്കുണ്ടാക്കിയതായിട്ടോ ഒന്നും സോഷ്യൽ മീഡിയയിലൊന്നും ആരും പറയുന്നത് കേട്ടിട്ടില്ലല്ലോ. പിന്നെ ഫാദർ എന്താണ് ഇങ്ങനെ പറയുന്നത്? ഇങ്ങോട്ട് വന്നാൽ ഇവിടുത്തെ ആൾക്കാരെ കൂട്ടും, ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ ഒരു ഭീഷണിയുടെ സ്വരം അല്ലേ ഫാദർ പറയുന്നത്? അത് നല്ലതാണോ ഫാദറിന്? ഫാദർ എത്രയായാലും നല്ല കാര്യങ്ങൾ പറഞ്ഞ് തെറ്റ് ചെയ്യുന്നവരെ തെറ്റിൽ നിന്നും ശരിയിലേക്ക് നയിക്കുന്ന ആളല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരാളുടെ വാക്കും കേട്ടോണ്ട് ഈ ഒരു പാവപ്പെട്ട, അതായത് വിവാഹം പോലും കഴിയാത്ത കൊച്ചു ചെറുക്കനാണ് കിച്ചുവിന്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന രീതിയിലല്ലേ ഇപ്പൊ ഫാദർ സംസാരിക്കുന്നത്? അത് ശരിയാണോ? ഇപ്പൊ രേണു എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും രേണുവിനോട് പറയാം, നിങ്ങൾ ഉള്ള സമയത്തും കിച്ചുവിന്റെ പക്വത ഇല്ലാത്ത ചെറിയ സമയത്ത് കിച്ചു ചെയ്ത തെറ്റാണ്, അത് മാതാപിതാക്കളായ നിങ്ങൾ തിരുത്തണമായിരുന്നു, അതിന് ഉത്തരവാദികൾ നിങ്ങളും കൂടെയാണ്. അതായത് കിച്ചു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിച്ചുവിന്റെ മാതാപിതാക്കളും അതിന് ഉത്തരവാദികളാണ് അല്ലേ? അപ്പോൾ പറഞ്ഞ് തിരുത്തി കൊടുക്കേണ്ടതിന് പകരമായിട്ട് നീ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ അത് അവൾക്ക് പുറത്ത് പറയാൻ വയ്യ, പുറത്ത് പറഞ്ഞാൽ പിന്നെ കിച്ചുവിന് കുറച്ച് ബുദ്ധിമുട്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ഫാദർ കിച്ചുവിനെ ഭീഷണിപ്പെടുത്താമോ? ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്ന് ഈ ഒരു രീതിയിൽ ഫാദറിന് സംസാരിക്കുന്നത് ശരിയാണോ? എൻ്റെ കണക്കൂട്ടലല്ല. അപ്പം എന്നോട് യോജിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ വന്ന് പറയൂ, ഫാദർ തെറ്റാണ്, കിച്ചുവിന്റെ സൈഡിലാണെന്നുള്ളത്. ഞാൻ എന്തായാലും കിച്ചുവിന്റെ സൈഡിലാണ് ഈ ഒരു വിഷയത്തിൽ. ഫാദർ പറഞ്ഞത് തെറ്റാണ്, രേണു ചെയ്യുന്നതും തെറ്റാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതിൽ എല്ലാവർക്കും ബൈ ബൈ.